അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി. പ്രിയങ്കരനായ അധ്യക്ഷൻ സയ്യിദ് മുനവ്വറുൽ ശിഹാബ്, ആദരണീയനായ ഒരു മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ടി മുഹമ്മദ് ബഷീർ സാഹിബ്, മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സമദാനി സാഹിബ് എം പി അവർ, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ ഇസ്ലാം സാഹിബ്, മുസ്ലിം ലീഗ് നിയമസഭാ ഡെപ്യൂട്ടി ലീഡർ ഡോക്ടർ എം കെ മീർ സാഹിബ്, പി കെ ഫൈസൽ ബാബു, മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്, വേദിയിൽ സന്നിഹിതരായ മറ്റ് ആദരണീയരായിട്ടുള്ള MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ, മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും നേതാക്കളെ, യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ, നമ്മളിന്നിവിടെ ആദരിക്കുന്ന യൂത്ത് ലീഗിൻ്റെ അഭിമാനമായ സംസ്ഥാനത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള വൈറ്റ് ഗാർഡിൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളിപ്പോൾ ഇവിടെ സമ്മിശ്ര വികാരങ്ങളോടെയാണല്ലോ ഇരിക്കുന്നത്. ഇതൊരു സന്തോഷ പ്രകടനത്തിൻ്റെ വേദിയാണ് എന്ന് നമ്മളാരും പറയുന്നില്ല. അതേ അവസരത്തിൽ ആത്മസംതൃപ്തി രേഖപ്പെടുത്തുന്ന ഒരു വേദിയായിട്ടാണ് നമ്മൾ ഈ വേദിയെ കാണുന്നത്. വയനാട് ചൂരമലയിലുണ്ടായ ഉരുൾപൊട്ടൽ, ആ ദുരന്തത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് ദിനരാത്രങ്ങൾ അവിടെ ചെലവഴിച്ച മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സന്നദ്ധ സേവന വിഭാഗമായ വൈറ്റ് ഗാർഡ് അംഗങ്ങളെ, അവരോടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ആദരവും വാത്സല്യവും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരെയും ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. കാരുണ്യ പ്രവർത്തനങ്ങൾ എന്നും മുസ്ലിം ലീഗിൻ്റെ ഭാഗമാണല്ലോ. വിദ്യാഭ്യാസം, കാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സേവനം, ഇതെല്ലാം നമ്മുടെ പാർട്ടിയുടെ മുഖ്യമായ അജണ്ട തന്നെയാണ്. അതിൽ സാമൂഹ്യ സേവന മേഖലയിൽ ഇന്ന് നമുക്ക് ഏറ്റവും ഏറെ കേൾക്കപ്പെടുന്ന ശബ്ദം എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട വൈറ്റ് ഗാർഡാണ്. നേരത്തെ തന്നെ മുസ്ലിം ലീഗിന് ഗ്രീൻ ഗാർഡ് ഉണ്ടായിരുന്നു, ഗ്രീൻ വളണ്ടിയർമാരുണ്ടായിരുന്നു. ഇപ്പോൾ അത് വൈറ്റ് ഗാർഡിലേക്കാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. അവരാകട്ടെ ട്രെയിൻ ചെയ്യപ്പെട്ട് ഏറ്റവും നല്ല സന്നദ്ധ ഭടന്മാരായി അവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ചൂരൽമലയിലെ ദുരന്തം ഇനിയും ആവർത്തിക്കരുത് എന്നാണല്ലോ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു രാത്രിയിലെ ഒരു ഇടിമിന്നൽ പോലെ വന്ന ആ ദുരന്തം ഒരു സമൂഹത്തെ തുടച്ചു മാറ്റി, അവിടുത്തെ ഭൂമിയുടെ ഘടന തന്നെ മാറ്റി മറിക്കുകയുണ്ടായി. ഒരു ചെറിയ പുഴ അത് ഉരുൾപൊട്ടലിൽ വളർന്നു വലുതായി ഒരു വലിയ പുഴയായി മാറി. ആ ഒഴുക്കിൽ അതൊഴുകിയ ഭാഗത്തുള്ള ജീവനുള്ള സാധനങ്ങളെയും ജീവനില്ലാത്തവയെയും ആ കുത്തൊഴുക്കിലൂടെ ചാലിയാറിലേക്ക് തള്ളുകയാണല്ലോ ഉണ്ടായത്. അതിൽ ഒരുപാട് മനുഷ്യ ജന്മങ്ങളും, കുട്ടികൾ, യുവാക്കൾ, മധ്യവയസ്കർ, വയോധികന്മാർ, സ്ത്രീ പുരുഷന്മാർ, അവരെല്ലാവരും അതിൽ ആ ദുരന്തത്തിൻ്റെ ഭാഗമായ കുത്തൊഴുക്കിൽപ്പെട്ട് ഇല്ലാതായപ്പോൾ നമ്മുടെ എല്ലാം മനസ്സ് മരവിച്ചു പോയി അത് കേട്ടപ്പോൾ. എന്നാലൊരു ദുരന്തമുണ്ടാകുമ്പോൾ ഒരു മരവിപ്പ് സ്വാഭാവികമാണ്, അത് മനഃശാസ്ത്രപരവുമാണ്. ഒരു വെടിയച്ച കേട്ടാൽ, പെട്ടെന്നൊരു ശബ്ദം കേട്ടാൽ 8 സെക്കൻഡ് നമ്മൾ മരവിച്ച് പോകുന്നതാണ്, ഏത് വലിയ ശക്തനായിട്ടുള്ള ആളായാലും. പിന്നെയാണ് അയാൾ സാധാരണ ആ നിമിഷത്തിലേക്ക് വരിക. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും
ആ ദുരന്തത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഒന്ന് പകച്ചുപോയി. എന്നാൽ നമ്മൾ ആ സമചിത്തത കൈവരിച്ചപ്പോൾ പിന്നെ അടങ്ങിയിരിക്കുകയുണ്ടായില്ല. മുസ്ലിം ലീഗിൻ്റെ സംവിധാനങ്ങൾ മുഴുവനും വയനാട്ടെ മുണ്ടക്കൈയിലേക്കും ചൂരൽമലയിലേക്കും കുതിക്കുകയാണ് ഉണ്ടായത്. മുസ്ലിം ലീഗ് ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും മുസ്ലിം ലീഗ് അവിടേക്ക് കൊണ്ടുവന്നു. ആംബുലൻസുകൾ കൊണ്ടുവന്നു, ഫ്രീസറുകൾ കൊണ്ടുവന്നു. ഏറ്റവും ഉപരിയായി, സർവോപരിയായി അവിടെ വൈറ്റ് ഗാർഡ് എന്ന സന്നദ്ധ സേവന വിഭാഗത്തെയും നിമിഷങ്ങൾ കൊണ്ട് അവിടെ പ്രതിഷ്ഠിച്ചു, അവരെ സേവന നിരതരാക്കി. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും മറ്റ് ഭാരവാഹികളും ഇവിടെയുണ്ട്. വൈറ്റ് ഗാർഡിൻ്റെ പ്രത്യേക ചുമതലക്കാരൻ ഫൈസൽ ബാഫക്കി ഉള്ളവരൊക്കെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അവരെല്ലാം സമയബന്ധിതമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. മുസ്ലിം ലീഗും പ്രത്യേകമായ ഒരു ഉപസമിതിയെ തന്നെ പ്രിയപ്പെട്ട പി കെ ബഷീർ MLA-യുടെയും സി മമ്മൂട്ടി MLA-യുടെയും നേതൃത്വത്തിൽ വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലുള്ളവർ അവരെ എല്ലാവരും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഉപസമിതിക്ക് പെട്ടെന്ന് തന്നെ രൂപം കൊടുത്തു. അവരാകട്ടെ അവിടെ ഓടിയെത്തി ദിവസങ്ങൾ അവിടെ ചിലവഴിച്ചുകൊണ്ട് ഓരോരോ പ്രവർത്തനങ്ങൾക്കും അവർ നേതൃത്വം കൊടുക്കുകയുണ്ടായി. അതെല്ലാവരും മനസ്സിലാക്കി. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചുമതല തന്നെയാണ് ജനങ്ങളുടെ കണ്ണീരൊപ്പുക എന്നുള്ളതും. ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളത് നമ്മുടെ മുദ്രാവാക്യമാണല്ലോ. പക്ഷെ ആ മുദ്രാവാക്യം അത് പ്രാവർത്തികമാക്കി വയനാട്ടിൽ അതേറെ അവിടുത്തെ ജനങ്ങളെ സംരക്ഷിച്ചു നിർത്തി എന്നുള്ളതാണ്. ഒരു തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ അതിൻ്റെ ചിറകിനടിയിൽ സംരക്ഷിച്ചു നിർത്തുന്നുവോ എന്നതുപോലെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള ജനതയെ അതിൻ്റെ ചിറകിനടിയിൽ സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ളത്. അതൊരു പ്രതിജ്ഞയാണ്. ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ കാലം തൊട്ട് തുടങ്ങിയതാണ്. ബാഫക്കി തങ്ങളിലൂടെയും എൻ്റെ പിതാവ് സയ്യിദ് പൂക്കോയ തങ്ങളിലൂടെയും ഷിയാബ് തങ്ങളിലൂടെയും CH മുഹമ്മദ് കോയ സാഹിബിലൂടെയും മറ്റ് മുസ്ലിം ലീഗ് നേതാക്കളിലൂടെയും ഒക്കെയാണ് നമുക്ക് ആ സംരക്ഷണ മനോഭാവം തലമുറകളായി കൈവന്നത്. അതിന്നും നമ്മൾ മുറുകെ പിടിക്കുന്നു. ഇന്ന് പുതിയ തലമുറക്കും ആ സന്ദേശം നമുക്ക് എത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചിരിക്കുകയാണ്. ഇവിടെയുള്ളവർ ന്യൂജൻ ഫീലിങ്സ് ഉള്ളവരാണ്. പക്ഷേ അവരതിൻ്റെ പിറകെ പോകുന്നവരല്ല. അവർ പുതിയ തലമുറയുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിന് മാതൃകയായിട്ട് സമൂഹത്തിന് മുമ്പിൽ അവർ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ യൗവനം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് നാളെ റബ്ബിൻ്റെ മുമ്പിൽ നമുക്കൊരു ചോദ്യം നേരിടേണ്ടി വരുന്നുണ്ട്. വൈറ്റ് ഗാർഡിൻ്റെ ചുമതലക്കാർക്കും അതിലെ പ്രവർത്തകന്മാർക്കും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്വിതരായി അതിന് മറുപടി കൊടുക്കാൻ പറ്റും. ഞങ്ങൾ ദുരന്തത്തിൽ ഏർപ്പെട്ട മനുഷ്യർക്ക് ജാതി മത കക്ഷിഭേദമന്യേ അവർക്ക് ആശ്വാസം എത്തിക്കുവാൻ ഞങ്ങളുടെ ആയുസ് ഞങ്ങൾ അതിനു വേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ആശ്വാസത്തോടെ പറയുവാൻ സാധിക്കും. നിങ്ങളുടെ മാതാപിതാക്കൾ അതിലൂടെ അഭിമാനം കൊള്ളുന്നവരാകും. നിങ്ങൾക്ക് ഈ ഹരിത പതാക സമ്മാനിച്ച നിങ്ങളുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനവും അതിൻ്റെ ലക്ഷോപലക്ഷം മണികളും അവരും നിങ്ങളുടെ ആ മറുപടിയിൽ നാളെ അത് കേൾക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തണേ എന്നാണ് ഞങ്ങളൊക്കെ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം നിങ്ങളുടെ സേവനങ്ങൾ വാക്കുകൾക്കും വർണ്ണനകൾക്കുമൊക്കെ
അതീതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഫിറോസിനോടും മനോഹറിനോടും ജിഷാനോടൊക്കെ ഞങ്ങളുടെ ഒരു സുഹൃത്ത് സംഭാഷണ വേളയിൽ അഭിപ്രായപ്പെട്ടത്, നമുക്ക് നമ്മുടെ വൈകാടിൻ്റെ കുട്ടികളെയൊക്കെ ഒന്ന് വിളിച്ച് അവർക്കൊരു ഭക്ഷണമൊക്കെ കൊടുത്ത് നമുക്ക് ആ സന്തോഷം പങ്കുവെക്കണം എന്ന് ഞങ്ങൾ പറയുകയുണ്ടായി. അത് ഇത്രമാത്രം വലിയൊരു പരിപാടിയാവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. പക്ഷേ മുസ്ലിം യൂത്ത് ലീഗ് അത് ഏർപ്പാടാക്കി സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള സഹോദരങ്ങളിലൂടെ വന്നിരിക്കുന്നു. നിങ്ങളോടൊപ്പം ഈ സദസ്സിൽ ചിലവഴിക്കാൻ സാധിച്ചത് അത് അങ്ങേയറ്റത്തെ സന്തോഷകരമായ ഒന്നായി നേതാക്കൾക്കെല്ലാം അതെന്നും ഓർമ്മിക്കാനുള്ള ഒരു സദസ്സായി ഇത് മാറിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഏതായാലും നമുക്കിനിയും നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് കൂടുതൽ ഇത്തരം സംഭവങ്ങൾ നമുക്ക് കൂടുതൽ പ്രേരണയും പ്രചോദനവും നൽകുകയാണ്. ഇതൊന്നും മനുഷ്യൻ്റെ നിയന്ത്രണത്തിലല്ലോ. ഭൂമിയിലെ ജീവിതം എന്നുള്ളത് മനുഷ്യൻ്റെ നിയന്ത്രണത്തിലേ അല്ല, ശാസ്ത്രത്തിൻ്റെ നിയന്ത്രണത്തിലുമല്ല, സാങ്കേതിക വിദ്യയുടെ നിയന്ത്രണത്തിലുമല്ല. അതീതമായ ഒരു നിയന്ത്രിത ശക്തി ഈ ഭൂമിയെയും ഇവിടുത്തെ മനുഷ്യരെയും ജീവജാലങ്ങളെയും സർവ പ്രതിഭാസങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓരോ മനുഷ്യനെയും സൃഷ്ടാവ് ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മളത് അറിയാതെ ചെയ്തു പോകുന്നുമുണ്ട് എന്നുള്ളതാണ് ആ ഉത്തരവാദിത്വങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട ആ ഉത്തരവാദിത്വം അത് ഭംഗിയായി നിങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും ഉത്തരവാദിത്വങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ഉപേക്ഷയും കൂടാതെ, മടിയും കൂടാതെ, സമയം പാഴാക്കാതെ അവിടെ നിങ്ങൾ ആ ഉത്തരവാദിത്വ നിർവഹിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എന്നെന്നും ഇരുവീട്ടിലും വിജയം നൽകുന്ന പ്രവർത്തനമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ച് നിർവഹിക്കും.